ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ അല്ലു അർജുൻ സിനിമയാണല്ലോ പുഷ്പ 2 ദി റൂൾ. 2 ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിട്ട് 3-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ ഏറ്റവും പുതിയ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഡീറ്റെയിൽ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. തുടർച്ചയായി 3-ാം ദിവസവും ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 1 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഇന്നലെ ഈ കാണുന്ന പോസ്റ്റർ പ്രകാരം 294 കോടിയാണ് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ ആയിട്ട് നേടിയെടുത്തത്. 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 400 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സിനിമ പിന്നിട്ടിരിക്കുന്നു എന്നാണ് ആദ്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇനി സിനിമയുടെ കേരള കളക്ഷനിലേക്ക് ആദ്യം വരികയാണെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ഇന്നലെ 2 കോടി സിനിമ കേരളത്തിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. ആദ്യ ദിവസം 6 കോടി 35 ലക്ഷം കേരളത്തിൽ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്ത സിനിമ ഇന്നലെ 2-ാം ദിവസം 2 കോടി 25 ലക്ഷമാണ് കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വെറും 2 ദിവസങ്ങൾ കൊണ്ട് പുഷ്പ 2വിൻ്റെ കേരള കളക്ഷൻ 8 കോടി 60 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അല്ലു അർജുൻ ഫഹദ് കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ കടുത്ത നെഗറ്റീവ് അഭിപ്രായമാണല്ലോ ലഭ്യമായത്. ആ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഡീസന്റ് കളക്ഷൻ തന്നെ പുഷ്പ 2 2-ാം ദിവസം നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ഉൾപ്പെടെയുള്ള കൂടുതൽ കേരള കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം പ്രീമിയർ ഷോസ് ഒക്കെ ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു വലിയ ഇന്ത്യൻ സിനിമയ്ക്ക് 2-ാം ദിവസം സ്വാഭാവികമായിട്ടും കളക്ഷൻ ഇടിവ് സംഭവിക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിവുള്ളതാണല്ലോ. അത്തരത്തിലുള്ളൊരു നോർമൽ കളക്ഷൻ ഇടിവ് മാത്രമേ പുഷ്പയ്ക്ക് 2-ാം ദിവസം സംഭവിച്ചിട്ടുള്ളൂ. സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 421 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. 2-ാം ദിവസം സിനിമയ്ക്ക് 150 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നു എന്നാണ് ട്രാക്കേഴ്സിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. 2 ദിവസങ്ങൾ കൊണ്ട് വിദേശ രാജ്യങ്ങളിലെ ഓവർസീസ് കളക്ഷനായിട്ട് 100 കോടി കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 321 കോടിയിലേറെ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കടന്നിരിക്കുകയാണ്. ഈ 321 കോടിയിൽ പകുതിയിലേറെ കളക്ഷനും ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. എന്തായാലും അടുത്തൊരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ മൈത്രി മൂവി മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് രാത്രിയോടെ പ്രതീക്ഷിക്കുന്നു. അത് പ്രകാരം ഒരുപക്ഷെ 450 കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ കാത്തിരിക്കൂ. വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സുകുമാർ സംവിധാനം ചെയ്ത അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ അറിയാനായിട്ടും ഒപ്പം ട്രാക്കേഴ്സ് കളക്ഷൻ അറിയാനായിട്ടും